വെൽക്കം. നോളജ് റെസിപ്പീസിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എട്ടാം ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എട്ടാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്, അതായത് തുല്യ ത്രികോണങ്ങൾ. തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുമ്പം സർവ്വസമ ത്രികോണങ്ങൾ എന്നും പറയാം. അപ്പം ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്. 4 ഐഡിയ മാത്രമേ ഇതിനകത്തുള്ളൂ. ആ 4 ഐഡിയ പഠിക്കുന്നതോടുകൂടി ചാപ്റ്ററിനകത്ത് ഉള്ള എല്ലാ പ്രോബ്ലവും തീരും. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ആ ട്രയാങ്കിൾ ആദ്യം ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസിലേക്ക് പോകാം. ഓരോ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പോൾ 8ാം ക്ലാസ് ആയതുകൊണ്ട് വളരെ പെതുക്കെയാണ് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് കേട്ട് എല്ലാ എപ്പിസോഡും തുടർന്നാൽ നിങ്ങൾക്കിത് മൊത്തം മനസ്സിലാവും. ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു. അപ്പം ഒരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഈ കാണുന്ന രൂപത്തിനാണ് ത്രികോണം, അതായത് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രയാങ്കിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുക? അപ്പം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. ഈ പോയിൻ്റ് അത് എന്ന് പറഞ്ഞാൽ ശീർഷം അല്ലെങ്കിൽ ഒരു മൂല എന്നും പറയാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം ആ മൂലയ്ക്ക്, ഈ ഒരു പോയിൻറ്റിന് എ. അപ്പോൾ അടുത്തത് ഇവിടെ ഒരു മൂലയുണ്ട്, അതിന് ബി എന്ന് പേര് കൊടുക്കാം. ഇവിടെ സി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ 3 മൂലകളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിന് ഇംഗ്ലീഷിൽ വെർട്ടെക്സ് എന്നാണ് പറയുന്നത്, ശീർഷം എന്നും പറയാം. ഇതൊരു ഒരൊറ്റ പോയിൻ്റ് ആണെന്ന് കൂട്ടുക. അപ്പോൾ നമുക്കത് എടുത്തെഴുതാവുന്ന കാര്യങ്ങൾ വെർട്ടിസസ്, അതായത് മൂലകൾ അല്ലെങ്കിൽ ശീർഷങ്ങൾ ഏതൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം എ, ഇവിടെ ഒരെണ്ണം ബി, ഇവിടെ ഒരെണ്ണം സി. അപ്പോൾ എ ബി സി. അപ്പോൾ ട്രയാങ്കിളിന് പേര് കൊടുക്കുമ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ബി സി, ഇത് ട്രയാങ്കിൾ എ ബി സി ആണ്. അത് എഴുതുന്നത് ട്രയാങ്കിൾ എ ബി സി. ഇപ്പം ഈ കാണുന്ന ത്രികോണത്തിൻ്റെ പേരാണ് ത്രികോണം എ ബി സി. ഇപ്പം മൂലകൾ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ കഴിയും. വളരെ പെതുക്കെ പഠിച്ചു പോയാൽ മതി, കാരണം നമ്മളെ സ്പീഡ് കൂട്ടുന്നില്ല. നിങ്ങൾ 8 ആയതുകൊണ്ട് എല്ലാ ബേസും വൃത്തിയായിട്ട് പറഞ്ഞാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പെതുക്കെ പറയുന്നത്. കുറച്ച് കാര്യങ്ങളെ ഓരോ എപ്പിസോഡിലും തരത്തുള്ളൂ, കുറേശ്ശെ പഠിച്ചു പോവുക. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് നോക്കുമ്പോൾ ഒരു വശം ഇവിടെ കാണുന്നുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ഒരു വശമാണിത്. എ തൊട്ട് ബി വരെയുള്ള ആ ഒരു വര. അപ്പോൾ അത് സൈഡ്സ്, ഇംഗ്ലീഷിൽ സൈഡ്സ് എന്നുവെച്ചാൽ വശങ്ങൾ. വശങ്ങൾ എന്ന് പറയുമ്പം ഒരു വശം എ ബി, അപ്പോൾ അടുത്തത് ബി സി, അടുത്തത് എ സി. അപ്പം 3 വശങ്ങളാണ് ഈ ത്രികോണത്തിനുള്ളത്. 3 വശങ്ങൾ, ഒന്ന് എ ബി, അടുത്തത് ബി സി, അടുത്തത് എ സി. അപ്പോൾ 3 മൂലകളുണ്ട്, 3 വശങ്ങളുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇനി അതിനകത്ത് കാണാൻ കഴിയുന്നത് 3 ആംഗിൾസ് ഉണ്ട്. ഇതൊരു ആംഗിളാണ്. അത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആംഗിൾ എന്താണ്. അപ്പം ആംഗിൾസ് എന്ന് വെച്ചാൽ കോണുകൾ. അതും 3 എണ്ണമുണ്ട്. അപ്പോൾ ഒരു എയുടെ ഭാഗത്തുള്ള ആംഗിളുണ്ട്. എ എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു മൂല മാത്രമേ ആകൂ. അപ്പം ഇവിടെ ഒരു ആംഗിളുണ്ട്, ഈ ആംഗിൾ. അതിന് പറയണമെങ്കിൽ ആംഗിൾ എ എന്ന് പറയണം. ആംഗിൾ എ. ഇവിടെ ആംഗിൾ ബി, ഇവിടെ ആംഗിൾ സി. ആംഗിൾ ആവണമെങ്കിൽ ആംഗിളിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ആംഗിൾ എ, ഇപ്പം ആംഗിൾ ബി, ആംഗിൾ സി. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ഇതൊരു വെർട്ടെക്സ് ആണ്.
അതിന് ശീർഷമെന്ന് പറയാം, ഒരു മൂല എന്നും പറയാം. അപ്പോൾ ഈ ട്രയാങ്കിളുടെ പേര് ട്രയാങ്കിൾ ABC എന്നാണ്. ഇനി നമുക്ക് ഒട്ടും ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദീകരിക്കുന്നത്. അത് ആദ്യ ക്ലാസ് ആയതുകൊണ്ടാണ് വളരെ പതുക്കെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, AB എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് BA എന്ന് പറഞ്ഞാലും. അപ്പോൾ AB എന്നോ അല്ലെങ്കിൽ അവിടെ B സൈഡ് പറയുമ്പം ഇവിടുന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടോ പറഞ്ഞാൽ മതി. AB എന്ന് പറഞ്ഞാൽ BA എന്ന് പറഞ്ഞാൽ തുല്യമാണ്. അതുപോലെ BC എന്ന് പറഞ്ഞാലും CB എന്ന് പറഞ്ഞാലും തുല്യമാണ്. അതിൽ AC എന്നോ CA എന്നോ പറയാം. അതുപോലെ ട്രയാങ്കിളിൻ്റെ പേര് പറയുമ്പോഴും ഈ ട്രയാങ്കിളിന് ട്രയാങ്കിൾ ABS എന്ന് മാത്രമല്ല പറയുന്നത്. ട്രയാങ്കിൾ ഏത് അക്ഷരത്തിൽ വേണമെന്ന് പറഞ്ഞാൽ BCA എന്ന് പറഞ്ഞാലും ഈ ട്രയാങ്കിൾ തന്നെയാണ്. അത് മാത്രമല്ല, ട്രയാങ്കിൾ BCA എന്ന് പറയുന്നതിന് ഇപ്പോൾ A തൊട്ട് B തൊട്ട് C വരെ, A തൊട്ട് Cയിലോട്ടും പോകാം. അപ്പോൾ ACB ഏത് ക്രമത്തിൽ ഏത് അക്ഷരത്തിൽ വേണമെങ്കിലും തുടങ്ങാം. അങ്ങനെ വേണമെങ്കിലും വരാം, ഇങ്ങനെ വേണമെങ്കിലും വരാം. അങ്ങനെ അതെല്ലാം ഒരേ ട്രയാങ്കിൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുപോലെ ഇനി അവിടെ പല രീതിയിൽ നമുക്ക് തിരിച്ചു മറിച്ച് എഴുതാം. അത് നിങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞ് നോക്കുക. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ABCക്ക് എങ്ങനെ വേണമെങ്കിലും പറയാമെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ അത് ട്രയാങ്കിളിനെ പറയാൻ കഴിയൂ. റെക്റ്റാങ്കിളൊക്കെ വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് അതിൻ്റെ ക്രമം പാലിച്ചേ പറയാൻ പറ്റൂ. ഒരു ക്രമത്തിനേ പറയാവൂ. അപ്പോൾ ഇനി ആംഗിൾ പറയുമ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഈ 8ാം ക്ലാസ്സിലോട്ട് വരുന്ന കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ഈ ആംഗിൾ എങ്ങനെ പറയണമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഒന്ന് വിശദീകരിച്ച് പറയുന്നത്. ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ A എന്ന് മാത്രമല്ല ഇവിടെ പറയാവുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണിത്. ആംഗിൾ Aക്ക് വേറെ എങ്ങനെ പറയാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ 3 അക്ഷരം ചേർത്ത് ഒരു ആംഗിൾ പറയാം. ഇപ്പോൾ ഇവിടെയാണ് ആംഗിൾ. അത് പറയുമ്പോൾ Aയിൽ തുടങ്ങിയാൽ ഈ ആംഗിൾ ആവില്ല. അപ്പോൾ ആംഗിൾ B കഴിഞ്ഞ് A, അത് കഴിഞ്ഞ് C, ആംഗിൾ BAC. Bയിൽ തുടങ്ങി Aയിൽ വന്നിട്ട് Cയിലോട്ട് പോകുന്ന ആംഗിൾ, അതാണ് ഈ ആംഗിൾ. Bയിൽ തുടങ്ങിയിട്ട് Aയിൽ വന്ന് Cയിലോട്ട് വന്നു. അപ്പം ആംഗിൾ A എന്ന് പറഞ്ഞാൽ ആംഗിൾ BAC ആണെന്ന് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഇങ്ങനെയും കൂടി പറയാം. ആംഗിൾ CAB 3 അക്ഷരം ചേർത്ത് പറയുമ്പോൾ നടുക്കുള്ള അക്ഷരത്തിൻ്റെ അവിടെ ആയിരിക്കണം ആംഗിൾ. കണ്ടോ, എയുടെ ഭാഗത്ത് ആംഗിൾ ഉള്ളതുകൊണ്ട് ഈ ആംഗിൾ ഉള്ളതുകൊണ്ട് ഈ 3 അക്ഷരത്തിൽ ആ അക്ഷരം നടുക്ക് കിടന്നാൽ മതി. ഇവിടെ അത് തന്നെയാണ്. കണ്ടോ, A നടുക്കാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറയാൻ നോക്കുക. ഒരു ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കഴിയും അത് മൊത്തം പറയണം. ഏത് ഫിഗർ കണ്ടാലും അതിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ കഴിയും അതിനെ നോക്കിക്കൊണ്ട് എന്തൊക്കെ എഴുതാൻ കഴിയും. ട്രയാങ്കിളിനെ സംബന്ധിച്ച് വേറെ ഒരുപാട് പറയാൻ കഴിയും. 3 ആംഗിളൂടെ കൂട്ടിയാൽ 180 എന്നുള്ളതൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഇവിടെ ആ 180ക്കല്ല നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ട്രയാങ്കിൾ എന്താണെന്നുള്ളതും അത് ഈക്വൽ ട്രയാങ്കിൾസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു ട്രയാങ്കിൾ മാത്രമല്ല നമ്മൾ പരിഗണിക്കുന്നത്. ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ്, തുല്യ ത്രികോണങ്ങൾ, അതായത് സർവസമ ത്രികോണങ്ങൾ എന്നാണ്. അപ്പം അത് പറയുമ്പോൾ 2 ട്രയാങ്കിൾ നമ്മൾക്ക് എപ്പോഴും വെച്ചുകൊണ്ട് അത് പറയും. 2 ട്രയാങ്കിൾ വെച്ചുകൊണ്ട് അത് എങ്ങനെയാണ് ഈക്വൽ ആവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം 2 ട്രയാങ്കിൾ, അപ്പം ഇത് വൃത്തിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ട്രയാങ്കിളിനെ കുറിച്ച് ഇനി നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിലേക്ക് പോകുന്നു. ട്രയാങ്കിൾസ് ഒരുപാട് ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്താണ്? അപ്പോൾ അതിനകത്ത് 4 നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു നോക്കുന്നു, എങ്ങനെയാണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ 1 4 എണ്ണം ആകുമ്പോൾ ചാപ്റ്റർ തീരും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ 2 ട്രയാങ്കിൾ നമ്മളിവിടെ വരയ്ക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ ഒരു ട്രയാങ്കിൾ പേര് കൊടുക്കുന്നു ABC. മറ്റൊരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കുന്നു. അതിന് PQR പേര് കൊടുക്കുമ്പം പിന്നെ ABC എന്നോ PQR എന്നോ അല്ലെങ്കിൽ STU എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്ററാണ് പേര് കൊടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 2 ട്രയാങ്കിൾ ഏതൊക്കെ രീതിയിലാണ് ഈക്വൽ ആവുക. അപ്പോൾ ഒരു ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കുക.
ഈ ചാർട്ടിൽ ചെയ്യുന്നത് 2 ട്രയാങ്കിൾ അവർ തരും, ചോദ്യത്തിൽ തരും. തന്നിട്ട് അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഈക്വൽ ആണെങ്കിൽ അതിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ ആണെന്ന് തീരുമാനിക്കുന്നെങ്കിൽ അപ്പം 3 വശങ്ങളുണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. ഇവിടെ 3 വശങ്ങളുണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ വരുന്ന കണ്ടീഷൻ ഇതാണ് നിയമം. ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങൾ. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ വശം അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തോട്, ഒരു സൈഡിനോട് ഈക്വൽ ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു വശം ഒരു വശത്തോട് ഈക്വലായി ആണ്. ഇപ്പോൾ ഇത് ഈ സൈഡ് ഈ സൈഡിനോട് ഈക്വലായി. മൂന്നാമത്തെ സൈഡ് ഈ സൈഡിനോട് ഈക്വലായി. അതായത് ഈ ട്രയാങ്കിളിൻ്റെ, അതായത് ABC എന്ന ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ അതിൻ്റെ 3 വശങ്ങളോട് തുല്യമാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഈ 2 ത്രികോണങ്ങളും തുല്യമായിരിക്കും. ഇപ്പോൾ 3 വശങ്ങൾ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇപ്പോൾ പറഞ്ഞത്, ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. 3 വശങ്ങളോട് തുല്യമാവുകയാണെങ്കിൽ 2 ട്രയാങ്കിൾ തുല്യമായിരിക്കും. ഇവിടെ ഞാൻ ആ പടത്തിൽ കൂടെയാണ് ഇത് തുല്യത കാണിച്ചിട്ടുള്ളത്. ഒരു വര ഇട്ടേക്കുന്നത് 2 സൈഡും തുല്യം, 2 വര ഇട്ടേക്കുന്നത് 2 സൈഡും തുല്യമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. 3 വര ഇട്ടേക്കുന്നതും തുല്യം. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാൻ കഴിയുമെന്ന് നോക്കിയേ. ഈ പടം അനുസരിച്ച് നമ്മൾ എഴുതുവാണെങ്കിൽ AC എന്ന സൈഡ്, സി എന്നും പറയാം, AC എന്ന സൈഡ് തുല്യമാണ് ആർക്ക്? RPക്ക്, അല്ലെങ്കിൽ PR-ന് തുല്യം. അതുപോലെ AB എന്ന സൈഡ്, ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ത്രികോണത്തിൻ്റെ AB എന്ന സൈഡ് അവിടുത്തെ PQനോട് തുല്യം. അടുത്തത് BC എന്ന സൈഡ് അവിടുത്തെ QR-നോട് തുല്യം. ഇനി ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ട്രയാങ്കിളും തുല്യമായിരിക്കും. അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് തുല്യമാവുകയാണെങ്കിൽ, അങ്ങനെ വ്യക്തമായിട്ട് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും ഈ 2 ത്രികോണങ്ങളും തുല്യമാണെന്ന്. അതെങ്ങനെ എഴുതും? ട്രയാങ്കിൾ, ഇതിൻ്റെ പേര് ആദ്യം അങ്ങ് എഴുതുക, തുല്യത എഴുതുകയാണ്. ട്രയാങ്കിൾ ABC. ഒന്നാമത്തെ ട്രയാങ്കിൾ നമ്മൾ ഏതെങ്കിലും ക്രമത്തിൽ എഴുതി. ഇപ്പോൾ ഞാൻ പറഞ്ഞു ABC എന്ന് മാത്രമല്ല, BCA എന്നോ ACB എന്നോ ഒക്കെ എഴുതാം. ഏതെങ്കിലും ഒരു ക്രമത്തിൽ അങ്ങ് എഴുതിയാൽ മതി. ട്രയാങ്കിൾ ABC അതിനോട് തുല്യമാണെന്ന് എഴുതാം. ഇവിടെ നമ്മൾ തുല്യം, ഈക്വൽ. ഇവിടെ നോക്കുക, തുല്യത ഏതാണ്? ACക്ക് തുല്യം PR ആണ്. അപ്പോൾ നമ്മൾ ABC എന്നുള്ള ക്രമത്തിൽ പറഞ്ഞെങ്കിൽ നമ്മളിവിടെ എഴുതിയേക്കുന്നത് AB, A കഴിഞ്ഞ് B. അപ്പം 2 വരയാണ് ആദ്യം നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ പറയുമ്പോൾ ആ 2 വര വരുന്ന രീതിയിലേ പറയാവൂ. അപ്പോൾ അവിടെ PQ, 2 വര ABC, ഇവിടെ കഴിഞ്ഞിട്ട് BC, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഈ ക്രമത്തിലാണ് നമ്മളവിടെ എഴുതിയേക്കുന്നത്. തുല്യത ഈ ട്രയാങ്കിൾ എഴുതിയേക്കുന്നത് ഇവിടെ ഈ സൈഡ് കഴിഞ്ഞ് ഈ സൈഡ്. അപ്പോൾ എഴുതുമ്പോൾ അതും അങ്ങനെ എഴുതാവും ട്രയാങ്കിൾ. അപ്പം 2 വരയുടെ ആദ്യം PQR. ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പം ട്രയാങ്കിളിൻ്റെ തുല്യത എഴുതുമ്പോൾ എന്താ ഇങ്ങനൊരു സിമ്പൽ കൂടെ ഇവിടെ കൊടുക്കാറുണ്ട്. ഇത് സർവ്വസമം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സിമ്പൽ സിമിലർ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ആകൃതിയും വലുപ്പവും തുല്യമാകും എന്ന് കാണാം. ഈ സിമ്പലിനെ കുറിച്ച് പിന്നീട് നന്നായിട്ട് പറയുന്നുണ്ട്. തൽക്കാലം ഈ സിമ്പൽ ഇടുക. അപ്പോൾ ട്രയാങ്കിൾ ABC സർവ്വസമമാണ് ട്രയാങ്കിൾ PQR. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുക, നമ്മളിങ്ങനെ എഴുതി. ഇതൊരു വലിയ കാര്യമാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തതിൽ ഇത്രയും പറഞ്ഞ് നിർത്തിയില്ല എങ്കിൽ നിങ്ങൾക്കത് കുറച്ചായി പോകും. അത് മാത്രമായാൽ ശരിയാവില്ലാത്തതുകൊണ്ട് ഇതും കൂടെ പറയുന്നത്. അപ്പോൾ ഇനി ചെക്ക് ചെയ്യുക, നിങ്ങൾ എഴുതിയ ഈ ഇക്വാലിറ്റി, ഈക്വൽ എന്ന് എഴുതിയാൽ തുല്യത അല്ലെങ്കിൽ സർവ്വസമം എന്ന് എഴുതിയേക്കുന്ന ഇത് ഇവിടെ കറക്റ്റാകൂ. നോക്കുക, AB കണ്ടോ, ഈ 2 അക്ഷരം എടുക്കുക. ഇവിടെ 2 AB വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യമുള്ള 2 നോക്കിയേ, PQ. അപ്പം AB കണ്ടോ PQനോട് തുല്യമാണ്. അപ്പം കറക്റ്റായി. ഈ 2ഉം ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ ഇവിടെ ശരിയാണ്. ഇനി നിങ്ങൾ അടുത്ത 2 അക്ഷരം ചെക്ക് ചെയ്യുക, BC. അപ്പോൾ അപ്പുറത്തും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. BC QR-നോട് തുല്യം ആണെന്നാൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നു നമ്മൾ. അതിവിടെ ശരിയാണോ നോക്കണം. BC കണ്ടോ QR-നോട് തുല്യം. ഈ 1ഉം 3ഉം എടുക്കുക അക്ഷരങ്ങൾ. AC ഇവിടെ PR-നോട് തുല്യമാണ് എഴുതി വെച്ചേക്കുന്നത്. ശരിയാണോ നോക്കുക. AC PR. അപ്പം ഈ പറഞ്ഞേക്കുന്ന തുല്യമാകുന്ന രീതി, സൈഡുകൾ തുല്യമാകുന്ന രീതി അതിനനുസരിച്ചാണ് നമ്മൾ 2 ട്രയാങ്കിളും തുല്യമാണെന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എഴുതാനുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട്
എന്തെഴുതാൻ കഴിയും, അതാണ് മെയിൻ കാര്യം. അതായത് ഇതിൻ്റെ ആംഗിൾസും തുല്യമായിട്ട് എഴുതാൻ കഴിയും. ഇതിൻ്റെ ഏത് ആംഗിൾ അതിൻ്റെ ഏത് ആംഗിളിനോട് തുല്യം, ചുമ്മാ ആംഗിൾ എയും ആംഗിൾ ആറും തുല്യമാണെന്നല്ല എഴുതേണ്ടത്. ഇവിടെ ആദ്യത്തെ അക്ഷരം ആംഗിൾ എ, ഇത് എ. അപ്പം നമുക്ക് എഴുതാം, വൃത്തിയായിട്ട് എഴുതാം, ആംഗിൾ എ ഈക്വൽ ടു അതിൻ്റെ ആദ്യത്തേത് ആംഗിൾ പി, കോൺ എ ഈക്വൽ ടു കോൺ പി. രണ്ടാമത്തെ അക്ഷരം, ഇവിടുത്തെ രണ്ടാമത്തെ അക്ഷരം ആംഗിൾ ബി ഈക്വൽ ടു അവിടുത്തെ രണ്ടാമത്തത് ആംഗിൾ ക്യൂ. ഇവിടുത്തെ മൂന്നാമത്തത് ആംഗിൾ സി ഈക്വൽ ടു അവിടുത്തെ മൂന്നാമത്തത് ആംഗിൾ ആർ. ഇതാണ് നമുക്ക് കിട്ടും. ഇതാണ് ഇങ്ങനെ എഴുതാൻ കഴിയും. അതായത് നോക്കിയേ, ആംഗിൾ എ ഏതിനോട് തുല്യം, പിയോട്. കണ്ടോ, ആംഗിൾ ബി 2 വരെ ഇട്ടിട്ടുണ്ട്, അത് ആംഗിൾ ക്യൂവിനോട് തുല്യം. ആംഗിൾ സി ആംഗിൾ ആറിനോട് തുല്യം. അപ്പം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇതാണ് ഇത് ചാപ്റ്ററിൻ്റെ രീതി. 3 വശങ്ങൾ, ഒരു ട്രയാങ്കിളിലെ 3 വശങ്ങൾ മറ്റൊരു ട്രയാങ്കിളിലെ 3 വശങ്ങളോട് തുല്യമായാൽ, അതായത് ഇങ്ങനെ ആയാൽ 3 വശങ്ങൾ 3 വശങ്ങളോട് തുല്യമായാൽ 2 ട്രയാങ്കിളും തുല്യമായിരിക്കും. അപ്പോഴതിൻ്റെ സമാനമായിട്ടുള്ള കോണുകൾ കൂടി തുല്യമാകും. ഓക്കെ, നമുക്ക് നമ്മൾ പഠിച്ചതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പം ഒരെണ്ണം അല്ല പറയുന്നത്, അതിനെ സംബന്ധിച്ച് ഒത്തിരി വെറൈറ്റി ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും ഈ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ, ഈ താഴെയുള്ള ട്രയാങ്കിൾസ് ഫൈൻഡ് മാച്ചിങ് ആംഗിൾസ്. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഈ 2 ത്രികോണങ്ങളുടെയും മാച്ചിങ് ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ യോജിക്കുന്ന ആംഗിൾ, തുല്യമായ ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ സൈഡ് നോക്കുക. അപ്പം സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ റൂൾ എന്താ, ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡിനോട് തുല്യം ആവുകയാണെങ്കിൽ, അപ്പോൾ കണ്ടാൽ നമുക്കിപ്പോൾ ഞാൻ വരച്ചേക്കുന്നതിനകത്ത് ഇച്ചിരി വ്യത്യാസമൊക്കെ വരും, അത് റഫായിട്ട് വരച്ചത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അളവുകൾ നോക്കിയാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 3 സൈഡ് അതിൻ്റെ 3 സൈഡിനോട് തുല്യമാണെങ്കിൽ 2 ത്രികോണങ്ങളും തുല്യമാണ്. ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് സമാനമായ ആംഗിൾസ് അവിടെ തുല്യമാകും. അപ്പോൾ എങ്ങനെ എഴുതാൻ കഴിയുക? അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ഈക്വൽ എന്നുള്ളത് നോക്ക്, നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇവിടെ എ സി 4, നമ്മൾ എഴുതുന്നു എ സി ഈക്വൽ ടു 4. അപ്പോൾ അവിടെ ഏതാ 4 വരുന്നത് നോക്കുക, ക്യു ആർ. അപ്പോൾ നമുക്ക് എഴുതാം ക്യു ആർ ഈക്വൽ ടു 4. അപ്പോൾ രണ്ടും 4ആണ്. ഇതും എ സി 4ആണ്, ക്യു ആറും 4ആണ്. ഇപ്പോൾ ചോദ്യത്തിൽ എ സി ഈക്വൽ ടു ക്യു ആർ എന്ന് തന്നിട്ടില്ല, അതിന് പകരം ഇവിടെ ഒരു അളവാണ് കൊടുത്തേക്കുന്നത് 4. എ സി 4ആണ്, അപ്പോൾ ക്യു ആർ 4ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്ന കാര്യം എ സി ഈക്വൽ ടു ക്യു ആർ എന്നാണ്. രണ്ടും 4 ആയതുകൊണ്ട് ഇത് രണ്ടും തുല്യമല്ലയോ. അതുപോലെ ഏതൊക്കെയാണ് 6 വരുന്നത് നോക്ക്, എ ബി. എ ബി ഈക്വൽ ടു, എ ബി 6ആണ്, അവിടെ 6 ഉള്ളത് പി 6ആണ്. അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി, പി 6. ഇങ്ങനെ എഴുതിയിട്ട് ഇത് എഴുതണമെന്നില്ല, തുല്യത നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഇനി അടുത്ത ഏതാ നോക്ക്, ബി സി. ബി സി ഈക്വൽ ടു അവിടെ 5 വരുന്നത് പി ക്യു. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നേക്കുന്ന ആ ത്രികോണങ്ങളുടെ തുല്യമായ വശങ്ങളാണ് അവിടെ തന്നേക്കുന്ന. ആ തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണ് നമ്മളിവിടെ എടുത്തെഴുതി. ഇനി ത്രികോണങ്ങൾ എങ്ങനെ ഏതൊക്കെയാണ് തുല്യം. ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ നമുക്കതിൻ്റെ ഈക്വലായ ആംഗിൾസ് എഴുതാൻ കഴിയുള്ളൂ. അത് നമുക്കൊന്ന് എഴുതി നോക്കാം ത്രികോണങ്ങൾ. അപ്പം ത്രികോണം ട്രയാങ്കിൾ ഒന്നാമത്തത് എങ്ങനെയാലും പറയുക, എ ബി സി. എ ബി സി സർവസമമാണ് ത്രികോണം. അത് സൂക്ഷിച്ചെടുക്കുക. എ ബി സി എന്ന് എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ സൈഡ് ശ്രദ്ധിച്ചാൽ മതി. എ ബി ആണ് നമ്മളിവിടെ ആദ്യം പറഞ്ഞത്. അപ്പോൾ എ ബിയിലോട്ട് പോവുക. എ ബി, എ ബി സി, എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സി, ആ ക്രമത്തിൽ എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സി. അപ്പം 6 കഴിഞ്ഞ് 5 കഴിഞ്ഞ് എന്നുള്ള ക്രമത്തിലാണ് ഇവിടെ വന്നേക്കുന്നത്. ശ്രദ്ധിക്കുക, എ കഴിഞ്ഞ് ബി, അത് കഴിഞ്ഞ് സി. ഇവിടെ അങ്ങനെ പോയി നോക്കുക, എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സി. അപ്പോൾ 6 കഴിഞ്ഞിട്ട് 5. ഇവിടെ അതുപോലെ പറഞ്ഞാൽ മതി, 6 കഴിഞ്ഞിട്ട് 5, 6 കഴിഞ്ഞിട്ട് 5. അപ്പോൾ 6 കഴിഞ്ഞ് 5 പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പറയണം, 6 5. അപ്പം 6 പി ക്യു ഇങ്ങനെ എഴുതിയാലേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇവിടെ വന്നേക്കുന്ന ആ തുല്യതയ്ക്കനുസരിച്ച് ഇത് നോക്ക്, അതിന് ചെക്ക് ചെയ്ത് നോക്ക്. എ സി ഈക്വൽ ടു ക്യു ആർ ആണോ? എ സി കണ്ടോ, ക്യു ആർ
ആർ ക്യൂ എന്ന് കടന്നാലും അത് ക്യു ആർ എന്ന് പറയാം. ആർ ക്യൂ തന്നെയാണ് ക്യു ആർ. അതുകൊണ്ട് ഇവിടെ എ സി ഈക്വൽ ടു ക്യു ആർ എന്ന് ഇവിടെ എഴുതിയേക്കുന്നത് ഈ ക്യു ആറിന് ആർ ക്യൂ എന്നും പറയാം. അപ്പം എ സി നോക്ക്, ആർ ക്യൂ, അപ്പോൾ ശരിയായി. ഇത് നോക്ക്, എ ബി ഈക്വൽ ടു പി ആർ, ആയത് രണ്ടെണ്ണം. പി ആർ എന്ന് വെച്ചാൽ ആർ പി തന്നെ. ബി സി ഈക്വൽ ടു പി ക്യൂ, ബി സി ഈക്വൽ ടു പി ക്യൂ. ഇനി ഇതിനകത്തുള്ള ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾസ് എഴുതാം. ആദ്യത്തത് ആംഗിൾ എ ഈക്വൽ ടു ആദ്യത്തത് ആംഗിൾ ആറ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആറ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. ഇവിടുത്തെ അക്ഷരം ഏറ്റവും ആദ്യം എ ആണ്, അവിടുത്തെ ഏറ്റവും ആദ്യം ആറാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആറ്. ഇവിടുത്തെ രണ്ടാമത്തത് ആംഗിൾ ബി, അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ ആംഗിൾ പി. മൂന്നാമത് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ആംഗിൾ. ഇനി മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് ഈക്വൽ ആംഗിൾ ഇത് എഴുതാതെ തന്നെ കണ്ടുപിടിക്കാം. 4നും 6നും ഇടയ്ക്കുള്ള ആംഗിൾ എ ആണ്. അവിടെ 4നും 6നും ഇടയ്ക്കുള്ള ആംഗിൾ 6ആണ്. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു എന്താണ്? ആംഗിൾ 6. 6നും 5നും ഇടയ്ക്കുള്ള ആംഗിൾ, 6നും 5നും ഇടയ്ക്കുള്ള ആംഗിൾ ബി. അപ്പം 6നും 5നും ഇടയ്ക്കുള്ള ആംഗിൾ പി. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. അതുപോലെ സെയിം 4നും 5നും ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പോൾ അവിടെ 4നും 5നും ഇടയ്ക്കുള്ള ആംഗിൾ ക്യൂ. അങ്ങനെ ഈ ഫിഗർ നോക്കിയിട്ട് തുല്യമായ ആ വശങ്ങൾക്കിടയ്ക്കുള്ള ആംഗിൾ നോക്കി പറഞ്ഞാലും ഇവിടെ കറക്റ്റ് ആവും. അതല്ലെങ്കിൽ സൈഡ്സിൻ്റെ തുല്യത എടുത്തെഴുതി അത് നോക്കിയോ പടം നോക്കിയോ ഇതെഴുതാൻ കഴിയും. ഇത് നോക്കിയും ഇതെഴുതാൻ കഴിയും. അതുപോലെ ഫിഗർ നോക്കിയും ഇതെഴുതാൻ കഴിയും. ഇത് നോക്കിയും ഇതെഴുതാൻ കഴിയും. ഈ ഫിഗർ നോക്കിയും ഇതെഴുതാൻ. പല രീതികളിലാണ് ഈ ആൻസർ ഇവിടെ എഴുതാൻ കഴിയുമെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ.